ശ്രീനിവാസൻ അഭിനയിച്ച, തിരക്കഥ എഴുതിയ, സംവിധാനം ചെയ്ത സിനിമകൾ മലയാളിക്ക് ഓർത്തെടുക്കേണ്ട കാര്യമില്ല. ഓർത്തെടുക്കാൻ നമ്മളത് മറന്നിട്ടില്ലെന്ന് മാത്രമല്ല, അതിലോരോന്നും നമ്മുടെ ദൈനംദിന ജീവിത സംഭാഷണങ്ങളുടെ ഭാഗമാണ്. ഒരു താത്വികാവലോകനമാണെന്നും വിഘടനവാദികളെയും പ്രതിക്രിയാവാദികളെയും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളിലെ റാഡിക്കലായ മാറ്റങ്ങളും ചിരിച്ചു പറയാത്തൊരു രാഷ്ട്രീയ കാലം നമുക്കുണ്ടോ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് ഫിലോസഫിക്കലാവാത്തൊരു ജീവിത പ്രതിസന്ധി നമുക്കുണ്ടോ? ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ എത്രയാവർത്തി ആ വൃദ്ധൻ കയറിയിട്ടും നമുക്ക് മടുത്തിട്ടുണ്ടോ? ഇല്ല. നായകനടനാണോ ശ്രീനിവാസൻ എന്ന് ചോദിച്ചാൽ, നായകനടൻ എന്ന സങ്കല്പത്തെ അടിമുടി ഉടച്ചിട്ട വിപ്ലവത്തിന്റെ പേരാണ്. ഭാവുകത്വങ്ങളെ കീഴ്മേൽ മറിച്ചിട്ട് ഒറ്റയാൾ ന്യൂ വേവിന്റെ പേരാണ് ശ്രീനിവാസൻ. നാടോടിക്കാറ്റും അഴകിയ രാവണനും സന്ദേശവും പട്ടണപ്രവേശവും മിഥുനവും കൺകെട്ടും തൊട്ട് ഉദയനാടതാരമടക്കം ഓരോ സിനിമകൾ നോക്കൂ, ഓരോന്നിനും ഓരോ ജോഗ്രഫി, ഓരോന്നിലും അതുവരെ കാണാത്ത ഏതെങ്കിലും ഒരു പഴയ ഷെയ്ഡിന്റെ അംശം പോലും കാണാത്തൊരു പുതുപുത്തൻ കൺസെപ്റ്റാണ്. എന്നിട്ടും മലയാള സിനിമയ്ക്ക് താങ്കളുടെ സംഭാവന എന്താ എന്ന ചോദ്യത്തിന്, ഞാൻ സംവിധാനം ചെയ്യാതെ വിട്ടുകളഞ്ഞ നൂറുകണക്കിന് സിനിമകളാണ് സംഭാവന എന്ന് പറയുന്നത് നർമ്മമോ വിനയമോ അല്ല, ഇതിഹാസകാരന്റെ മറുപടിയാണ്. പൊന്മുട്ടെന്ന താറാവിലാണ് ഒന്നും മറക്കില്ല നായികയുടെ സംഘടനത്തിലുള്ള തട്ടാന്റെ മറുപടി. മറക്കണം, ആർക്കും ഓർക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒന്നും ചെയ്യാറില്ല. ഓർക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിലും പ്രിയപ്പെട്ട ശ്രീനിവാസൻ, അങ്ങ് ബാക്കിയാക്കി വെച്ചു പോയതൊക്കെ മലയാളത്തിന് മറക്കാവതല്ല. ശ്രീനിവാസൻ മറവിയിൽ മുങ്ങിപ്പോവില്ലെന്നതിന് ഇന്നു കേട്ട ഓർമ്മകൾ തന്നെ സാക്ഷ്യം. ശ്രീനിവാസന് ആദരം.